മുരളി ഗോപി എഴുതി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാനെ പോലെ ഭാഗ്യം ചെയ്തൊരു സിനിമ മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം ഈ സിനിമയ്ക്ക് കിട്ടിയ പോലൊരു പിന്തുണ കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മലയാള സിനിമയിലോ ആർക്കും കിട്ടിയിട്ടില്ല. ഈ സിനിമയെ പിന്തുണച്ചവരിൽ കേരള മുഖ്യമന്ത്രി കേരള ചക്രവർത്തി എന്നാണ് പറയുന്നത്. കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയനുണ്ടായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമുണ്ട്. പിന്നെ MA ബേബിയുണ്ട്. കോൺഗ്രസ് നേതാവ് VD സതീശനുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്. ലീഗ് നേതാക്കന്മാരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട്. അങ്ങനെ മതേതര ജനാധിപത്യ പുരോഗമന സ്വഭാവമുള്ള സകല ആളുകളും നിരന്നു നിന്ന് ഈ സിനിമയെ പിന്തുണച്ചു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ AA റഹീം രാജ്യസഭയിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇംഗ്ലീഷിലായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. പുള്ളി കഴിഞ്ഞ തവണത്തേന് വിപരീതമായിട്ട് ഇത്തവണ ഒരു ടാബ് നോക്കി വായിക്കണത്. സാർ, ലുക്ക് ഹിയർ സാർ, എമ്പുരാൻ സാർ, ഗ്രേറ്റ് ഫിലിം സാർ, ലുക്ക് അറ്റ് ഉത്തർപ്രദേശ് സാർ, മഹാരാഷ്ട്ര സാർ, ഗുജറാത്ത് സാർ, കേരള ഹയസ്റ്റ് ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഗംഭീരമായ പ്രസംഗം കേട്ട് രാജ്യസഭാ അധ്യക്ഷനടക്കം സകല ആളുകളും കോരിത്തരിച്ചു പോയി. ചിലരൊക്കെ ചിരി സഹിക്കാൻ വയ്യാതെ വായ ഒത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. ഏതായാലും അത്ര വലിയ പ്രസംഗം കേട്ടപ്പോൾ ജഗദീപ് ധൻഖറാണല്ലോ രാജ്യസഭയുടെ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയും. അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് വിട്ടുകൊടുക്കുമോ? സഖാക്കൾ വിട്ടില്ല. നമ്മുടെ ജോൺ ബ്രിട്ടാസും ശ്രീമതി ജെബി മാത്യുവൊക്കെ ഈ വിഷയം രാജ്യസഭയിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും റഹീമിൻ്റെ അത്ര എഫക്റ്റീവായില്ല. എങ്കിൽ പോലും ഇന്ത്യ പാർലമെൻറ്റിലും എമ്പുരാൻ്റെ പ്രശ്നം ഉയർന്നു കേട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ സകല രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്തുണ പ്രഖ്യാപിച്ചു. പത്രങ്ങൾ മുഖപ്രസംഗം എഴുതി. അടുപ്പൂട്ടി ചർച്ചക്കാർ ഒന്നിലധികം തവണ ഈ സിനിമയെ പിന്തുണച്ചുകൊണ്ട് ആ ചർച്ച നടത്തി. പക്ഷേ ഇതൊക്കെ അപ്പോൾ ഇത്ര വലിയ പിന്തുണ കിട്ടി മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളി ഗോപിക്കും വലിയ പിന്തുണ കിട്ടി. ഇതൊരു 3 പേര് കേരളത്തിലെ സൂപ്പർ സ്റ്റാറോ മെഗാ സ്റ്റാറോ അതിനേക്കാൾ വലിയ സ്റ്റാർ ഉണ്ടെങ്കിൽ ആ സ്റ്റാറൊക്കെ ആയിട്ട് മാറി. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 17 വെട്ട് വെട്ടാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അത് 24 വെട്ടാക്കി വർദ്ധിപ്പിക്കുകയല്ലാതെ 16 വെട്ടാക്കി കുറയ്ക്കാൻ പറ്റിയില്ല. 24 വെട്ട് വെട്ടി ഈ സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി, ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തു, ചില ആളുകളുടെ പേര് മാറ്റി. അതിനുവേണ്ടി പാവം ഗോകുലം ഗോപാലൻ കണ്ടവനെ കാശ് ചിലവാക്കി. കാശ് പുള്ളിക്ക് അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. പിന്നെ സിനിമയ്ക്കാണെങ്കിൽ നല്ല കളക്ഷൻ ഉണ്ട് താനും. മതേതരവാദികളെല്ലാം ഇത് കണ്ടു കഴിഞ്ഞു. ഇനി ഹിന്ദുത്വവാദികൾക്ക് കാണാനുള്ള സമയമായി ഇത് ശരിക്കും വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. അത് ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിച്ച വിഷയം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിപര്യം ഈ സിനിമയ്ക്കുണ്ടായത്? മാർക്സിസ്റ്റ് പാർട്ടി, CPI, കോൺഗ്രസ്, ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും സോഷ്യലിസ്റ്റ് പാർട്ടിയും മാവോയിസ്റ്റുകളും എല്ലാവരും പിന്തുണച്ചിട്ടും ഈ പുരോഗമന ജനാധിപത്യ മതേതര കേരളത്തിൽ ഏതാനും ഊച്ചാളി സംഘപരിവാറുകാർ മാത്രം ഇതിനെതിരെ പ്രതികരിച്ചിട്ടും അവർ പോലും തിയേറ്ററിന് മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പോസ്റ്ററിന്മേൽ ചാണകാഭിഷേകമോ ഗോമൂത്ര അഭിഷേകമോ ഒന്നും ചെയ്തില്ല. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സിനിമയായിട്ട് കാണും, മോഹൻലാൽ എൻ്റെ സുഹൃത്താണ്, ഞാൻ ഈ സിനിമയ്ക്കെതിരെ ഒന്നും പറയുകയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് MT രമേശും പറഞ്ഞത്. വന്നിട്ട് പോയിട്ട് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെ ഈ പൊട്ടച്ചിലമ്പിട്ട് കിളിക്കുന്ന ചില ആളുകൾ മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ട് മോഹൻലാലും ഗോകുലം ഗോപാലന് ചകിതരായി എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന വിഷയം. എന്തുകൊണ്ട് 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 എന്ന് പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ എമ്പുരാൻ സിനിമയുടെ അണിയറ ശില്പികൾ, പ്രത്യേകിച്ച് ഗോകുലം ഗോപാലേട്ടനും സൂപ്പർ സ്റ്റാർ മോഹൻലാലേട്ടനും ഇവരുടെ വിരട്ടലിന് മുമ്പിൽ വരണ്ടു പോയത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഗോകുലം ഗോപാലൻ ഒരു ചിട്ടി കമ്പനി എടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ഈ ചിട്ടി കമ്പനി എന്നുള്ള വരുമാനം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അത് സാമാന്യ ലാഭത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ചിട്ടി കമ്പനിയിൽ നാളെ എൻഫോഴ്സ്മെൻറ്റുകാരോ ഇൻകം ടാക്സുകാരോ ഒരു റെയ്ഡ് നടത്തിയാൽ പാവത്തിൻ്റെ ഗുഡ് വില്ല് മൊത്തം തകരും. ഏതാണ്ട് നമ്മുടെ അൽ മുക്താദിർ ജ്വല്ലറി പോലെ ആയിപ്പോവും. അദ്ദേഹത്തിന് പിന്നെ തലയിൽ തൊപ്പിയെങ്കിലും ഉണ്ട്, ഇദ്ദേഹത്തിന് തൊപ്പി പോലും ഇല്ല. പാവപ്പെട്ട ഗോപാലേട്ടന് തലയിൽ തൊപ്പി പോലും ഇല്ലാതെ
ഈ പ്രസ്ഥാനം നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോകേണ്ടി വരും. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇദ്ദേഹത്തിന് പ്രഖ്യാപിത ശത്രുക്കൾ വേറെയുമുണ്ട്. ഗോപാലേട്ടൻ്റെ പഴശ്ശിരാജ ഇതുപോലെ തിയേറ്ററിൽ നിറഞ്ഞു ഓടിയിരുന്ന സമയത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ ഓർമ്മയില്ലേ, ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നത് പഴശ്ശിരാജയല്ല പലിശരാജയാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വെറും പലിശക്കാരനായിട്ട് ഇദ്ദേഹത്തെ ചിത്രീകരിക്കും. പുള്ളിയെ സാംസ്കാരിക രംഗത്തു നിന്നും ഈ സാമ്പത്തിക രംഗത്തു നിന്നും നിഷ്കാസനം ചെയ്യാനും ആര് വിചാരിച്ചാൽ നടക്കും? അമിത്ഷാ വിചാരിച്ചാൽ നടക്കും, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം നടക്കും. അതാണ് ഗോപാലൻ്റെ സങ്കടം, അദ്ദേഹത്തിൻ്റെ വേവലാതി. അതുതന്നെയാണ് ഒരു വലിയ പരിധി വരെ മോഹൻലാലിൻ്റെയും വേവലാതി. കാര്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്ത് BJP ആണ്. അദ്ദേഹത്തെ ഒരു അർത്ഥ BJPക്കാരനായിട്ടാണ് BJPക്കാർ കരുതുന്നത്, അല്ലെങ്കിൽ അവരുടെ കണ്ണിലുണ്ണിയായിട്ടാണ് കഴിഞ്ഞ ദിവസം വരെ കരുതിയിരുന്നത്. ഇപ്പോഴും മോഹൻലാലിനോടല്ല പൃഥ്വിരാജ് സുകുമാരനോടാണ് ഈ സംഘപരിവാറുകൾക്ക് കൂടുതൽ വിരോധം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ പൂർണ്ണമായിട്ടും ശത്രുക്കളാക്കി മാറ്റിയാൽ കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ആ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട്, കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്, മുസ്ലിം ലീഗിൻ്റെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വരെ പിന്തുണയുണ്ട്. എങ്കിൽ പോലും രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഭരിക്കുന്ന മോഡിയാണെങ്കിലും അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിരിക്കുന്നത് അമിത്ഷായുടെ കയ്യിലാണ്. പുള്ളിയാണെങ്കിൽ എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു ഭയങ്കരമാണ്. അപ്പോൾ ഈ ചിട്ടി കമ്പനി പൂട്ടിപ്പോയ ഗോപാലനും എന്താണ് ഇതുവരെ സമ്പാദിച്ച സ്വത്ത് മുതലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മോഹൻലാലും ചെന്ന് പെടുവച്ചാൽ വലിയ കഷ്ടവും. അതുകൊണ്ട് മതേതരവാദികളെ, പുരോഗമന ചിന്താധികാരെ, നവോത്ഥാന നായകരെ, നിങ്ങൾ ക്ഷമിക്കുക. ഞങ്ങൾക്ക് വേറെ യാതൊരു മാർഗവുമില്ല. 17 24 32 എത്ര വെട്ടുവേണമെങ്കിൽ വെട്ടാം, ജീവിച്ചു പോയാൽ മതി. കഞ്ഞി കുടിച്ച് ജീവിക്കണ്ടേ? മനുഷ്യരായിട്ട് ജനിച്ചില്ലേ, മരിക്കണ വരെ മാന്യമായിട്ട് ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് അവരിങ്ങനൊരു വലിയ ത്യാഗത്തിന് സന്നദ്ധമായത്. സിനിമാ പ്രേമികൾ, അല്ലെങ്കിൽ നവോത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ, സോഷ്യലിസത്തിലും മതേതരത്വത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ദൈവത്തോട് ക്ഷമിക്കുക. ഞങ്ങളിങ്ങനൊരു സിനിമ എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. മതേതരന്മാർ മുഴുവൻ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് ഇത്രയും ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ. 2-2.5 മിനിറ്റിൻ്റെ കുറവ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല ഒരു സിനിമയ്ക്ക്. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് ക്ഷമിക്കുക, സലാമത്താക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഗോപാലേട്ടനും പ്രിയപ്പെട്ട ലാലേട്ടനും വിട പറയുകയാണ്. മാന്യരെ, വിട പറയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.